സ്വാതന്ത്ര്യത്തിന് മുന്നേ നമ്മുടെ സാംസ്കാരികമായിട്ടും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാന്മാരായ നേതാക്കന്മാരുമെല്ലാം ഭാരതത്തിൻ്റെ സാംസ്കാരിക സ്വത്വത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. പക്ഷേ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ആ ഒരു നറേറ്റീവ് ഇല്ലാതായി പോയി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഈ രാഷ്ട്രത്തിൻ്റെ സ്വത്വം, നാഷണൽ ഐഡൻറ്റിറ്റിക്ക് അനുകൂലമായി നിന്നുകൊണ്ടുള്ള പോരാട്ടമാണ് നടന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ അപ്പോഴും ഒരു ധാര സജീവമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതൃത്വത്തിൽ. ആ വിഭാഗം അവരുടെ കയ്യിലേക്കാണ് പിന്നീട് സ്വാതന്ത്ര്യം നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഭരണം കൈമാറി എത്തിയത് എന്നതാണ് വസ്തു. നേരത്തെ തന്നെ സജീവമായിരുന്നു. പല ഘട്ടങ്ങളിലും ഗാന്ധിജിയും ആ വിഭാഗവും തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടൽ, വൈചാരിക ഏറ്റുമുട്ടൽ പോലും നടന്നിട്ടുണ്ട്. ഇപ്പം 30കളുടെ തുടക്കം നിങ്ങൾ പരിശോധിച്ചാൽ 1930കളുടെ തുടക്കത്തിൽ ഈ വൈചാരിക യുദ്ധം വളരെ സജീവമാകുന്നത് കാണാം. 1936 ലക്നൗ AICC സമ്മേളനത്തിന് ശേഷം അധ്യക്ഷനായി വരാൻ പോകുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതായത് നിശ്ചയിക്കപ്പെട്ടിരുന്നു, നിയുക്ത അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം ഇപ്പോഴും നമുക്ക് ഓപ്പൺ ഡൊമൈനിൽ വായിക്കാൻ കിട്ടുന്നതാണ്. AICC ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷ പ്രസംഗം. അതിൻ്റെ ആദ്യത്തെ 2-3 പാരഗ്രാഫ് വായിച്ചാൽ നമുക്ക് ഈ വസ്തുത വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിവിടെ നെഹ്റു എന്ന ഒരു വ്യക്തിയെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. അതൊരു സ്കൂൾ ഓഫ് തോട്ട്, ചോദ്യകർത്താവ് ഉന്നയിച്ച ദേശീയ സ്വത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം മറ്റൊരു മാർഗം സ്വീകരിച്ച ഒരു സ്കൂൾ ഓഫ് തോട്ടിനെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രതീകമാണ് നെഹ്റു. ആദ്യത്തെ 2-3 പാരഗ്രാഫിൽ പറയുന്നത് ദേശീയതയുടെ അതിപ്രസരത്തിന് മങ്ങലേറ്റു തുടങ്ങിയിരിക്കുന്നു. അതതിൻ്റെ ലോവസ്റ്റ് എബിലാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്, എൻ്റെതല്ല കേട്ടോ. അതിനപ്പുറം ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉയർന്നു വന്നിരുന്ന വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ശക്തിയും ക്ഷയിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ആശയം, അതാണ് ഏറ്റവും വിചിത്രമായ ആശയം. ആ വിചിത്രമായ ആശയം, ലോകത്ത് വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രത്യയശാസ്ത്രമേ ഉള്ളൂ, അത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ്. നെഹ്റു രാമായണം നാഴിക്ക് 40 വട്ടം ആ കാലത്ത് ഉദ്ധരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനൊരു ഫേബിയൻ സോഷ്യലിസ്റ്റാണ് എന്നൊക്കെയാണ്. വെറും ഫേബിയൻ സോഷ്യലിസ്റ്റ് ഒന്നും ആയിരുന്നില്ല, അദ്ദേഹം പക്ക കമ്മ്യൂണിസ്റ്റ് തന്നെ ആയിരുന്നു. എന്ന് പറയാനുള്ള കാരണം, ഈ 36-ന് തൊട്ടു മുമ്പ് ജനുവരി മാസത്തിൽ 35 അവസാനം ഡിസംബറും ഒക്കെ ആയിട്ട് നടന്ന കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ കോമിൻറ്റേണിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ആ കോമിൻറ്റേൺ സമ്മേളനത്തോടനുബന്ധിച്ച് അതിൻ്റെ ഒരു പാർശ്വ മീറ്റിംഗ് പോലെ അദ്ദേഹം രജനി പാമേദത്തുമായിട്ട്, രജനി പാമേദത്ത് ആരായിരുന്നു എന്ന് നമുക്കറിയാം. കോമ്രേഡ് രജനി പാമേദത്ത് പകുതി ഇംഗ്ലീഷുകാരനും പകുതി ഭാരതീയനുമായ വ്യക്തി. അദ്ദേഹത്തിനായിരുന്നു കമ്മ്യൂണിസ്റ്റ് ലോക നേതൃത്വം, ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചുമതല കൊടുത്തിരുന്നത്. ഇപ്പോൾ ഈ BJP RSSകാരുടെയൊക്കെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ പ്രഭാരിയായിരുന്നു രജനി പാമേദത്ത്. ആ രജനി പാമേദത്തും ആയി നടത്തിയ 1-to-1 ടോക്കിൽ, വിത്ത് ഓൾ റെസ്പോൺസിബിലിറ്റി, ഐ എം സെയിങ് വിത്ത് ഓൾ റെസ്പോൺസിബിലിറ്റി, രജനി പാമേദത്ത് കോട്ട് ചെയ്ത് കൊടുത്ത അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളാണിത്. അതിൽ പ്രധാനമായി പറഞ്ഞത് ദേശീയതയുടെ അതിപ്രസരത്തിന് ക്ഷീണം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഉണ്ടായിരുന്നോ ആ സമയത്ത്? എന്താ 41-42 കാലഘട്ടത്തിൽ നടന്നത്? എത്ര വലിയ മുന്നേറ്റം നടന്നത്. പിന്നെ അതിൻ്റെ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് ലോകത്ത് വിജയിക്കുന്ന ഒരേ ഒരു പ്രത്യയശാസ്ത്ര ബ്ലോക്കാണ്, അത് കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കാണ് എന്നാണ്. ആ കമ്മ്യൂണിസത്തിന് എന്താ സംഭവിച്ചത് പിന്നീട് ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു വൈദേശികമെന്നോ രാഷ്ട്രേതരമെന്നോ, കുറച്ചു മുമ്പ് AP അഹമ്മദ് മാഷ് പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹത്തിന്, മുസ്ലിങ്ങൾക്ക് അല്ലെ ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ മുദ്രാവാക്യ പ്രകാരം ഒരു പാൻ ഇസ്ലാമിക് രൂപം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിന് സമാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് മതവും. കമ്മ്യൂണിസം ഇസ്ലാം മതത്തിൽ നിന്നൊട്ടും വ്യത്യസ്തമായൊരു മതമായി ഞാൻ കണക്കാക്കുന്നില്ല. അവർക്കും ഉണ്ടായിരുന്നത് ലോകം മുഴുവൻ ഒരൊറ്റ കൊടിക്കീഴിൽ വരും, ഒരു ചെന്താരം ഉദിക്കും, അതിൻ്റെ കീഴിൽ ലോകം മുഴുവൻ ഒന്നാകും എന്നൊക്കെയുള്ള സ്വപ്നമാണ്. ആ സ്വപ്നത്താൽ വശീഭൂതനായിരുന്നു നെഹ്റുവും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതൊരു ഉദാഹരണമാണ്. ഇത് ഒരർത്ഥത്തിൽ വൈദേശികമായ പാശ്ചാത്യമായ കൊളോണിയൽ സ്വാധീനത്തിലും ഒക്കെ കൂടി ഉള്ള ഒരു ചിന്താധാരയായിരുന്നു, ഒരു വിചാരധാരയായിരുന്നു. അതേ സമയത്താണ് മറുപക്ഷത്ത്
മഹാത്മാഗാന്ധിജിയും അരവിന്ദനും സ്വാമി വിവേകാനന്ദനെയും ഞാൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണ് കൂട്ടുന്നത്. കാരണം സ്വാതന്ത്ര്യ സമരത്തിന് ആവശ്യമായ വൈചാരിക പരിസരം സൃഷ്ടിച്ച മഹാനായിരുന്നു. അതുകൊണ്ടാണ് ഭഗിനി നിവേദിത ഒരിക്കൽ പറഞ്ഞത്, സ്വാമിജിയുടെ സമാധി ഒരു 2 വർഷം കൂടി വൈകിയിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ബ്രിട്ടീഷ് ജയിലിലായിരിക്കുമായിരുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. സ്വാമി വിവേകാനന്ദൻ്റെ അത്രയേറെ സജീവമായ സ്വാധീനം ചെലുത്തിയിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഉള്ളിൽ അനേകം ആൾക്കാർ, ഒന്നും രണ്ടുമൊന്നുമല്ല. ആ കാലഘട്ടത്തിലാണ് പ്രഫുല്ലചന്ദ്ര റേ, ലോകപ്രസിദ്ധനായ രസതന്ത്ര ശാസ്ത്രജ്ഞൻ പ്രഫുല്ലചന്ദ്ര റേ, ഭാരതത്തിൻ്റെ ശാസ്ത്ര പാരമ്പര്യം വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കെമിസ്ട്രി എഴുതിയപ്പോൾ ആ പുസ്തകത്തിന് അദ്ദേഹം തലക്കെട്ടിട്ടു. ഇവിടെ നേരെ ഹിന്ദു എന്ന പദത്തെക്കുറിച്ചും ചർച്ചയുണ്ടായല്ലോ. ഒരു തർക്കവും ഉണ്ടായില്ല PC റായിക്ക് ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഹിന്ദു കെമിസ്ട്രി എന്നെഴുതാൻ. ഇതേ കാലഘട്ടം 2-3 വർഷത്തിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. കാശിയിലെ പ്രസിദ്ധമായ ഹിന്ദു സർവകലാശാലയിലെ പൊളിറ്റിക്സ് വിഭാഗം മേധാവിയായിരുന്ന KP ജയ്സ്വാൾ ഭാരതത്തിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു പുസ്തകം എഴുതി, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്. അതിന് അദ്ദേഹം കൊടുത്ത തലക്കെട്ട് ഹിന്ദു പൊളിറ്റിക്സ് എന്നാണ്, ഹിന്ദു പൊളിറ്റി എന്നാണ്. ഏതാണ്ട് അതേ കാലത്താണ് ഡോക്ടർ ബന്ദോപാധ്യായയുടെ നേതൃത്വത്തിൽ ഭാരതത്തിൻ്റെ വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകം, ഇങ്ങനെ പല പുസ്തകങ്ങൾ എഴുതപ്പെട്ടു. ഞാൻ അതെല്ലാം പറയുന്നത് നേരത്തെ ചോദിച്ചതിന് ഉത്തരമെന്ന നിലയിലാണ്. ആ ഘട്ടത്തിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം ഏതു വഴിയിലൂടെ പോകണമെന്ന കാര്യത്തിൽ ദേശീയതയുടെ പക്ഷത്ത് ഉറച്ചു നിന്നിരുന്ന ആളുകൾക്ക് ഒരാൾക്ക് പോലും സംശയം ഉണ്ടായിരുന്നില്ല, ശങ്കയുണ്ടായിരുന്നില്ല. പക്ഷേ അത് പിന്നീട് അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത്. ആ അട്ടിമറിക്കപ്പെട്ട ധാര വീണ്ടും ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് പ്രേരണയായി തീരുന്ന വിധത്തിൽ ശക്തിപ്പെടാൻ വളരെ വർഷങ്ങളെടുത്തു. അതൊരു തിരിച്ചുവരവിൻ്റെ ഒരു മേഖലയിലാണ്, ഇപ്പം ഒരു ഘട്ടത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നേരത്തെ തന്നെ തുടങ്ങിയതാണ് ഈ വിരുദ്ധ ചേരിയുടെ പ്രവർത്തനം. അത് ശക്തിപ്പെട്ട അധികാരം കയ്യിലാക്കുകയാണ് ചെയ്തത്.